സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കുക. ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. വിശുദ്ധ പൗലോസ്ലീഹ തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ഉം 16-ഉം വാക്യങ്ങൾ. ലൗകികമായ വ്യർത്ഥഭാഷണം എത്ര അപകടകരമാണെന്ന് ഓർക്കുക. ദൈവഭക്തി നമ്മിൽ കത്തിച്ചൊലിച്ച് പ്രിയനായ യേശുവിൻ്റെ ഉത്തേജനം നൽകുന്ന സത്യവചനത്തിലൂടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിച്ച് ഉണർവുള്ളവരാകാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുർബാനയുടെ അമ്മയും ആദ്യ സക്രാരിയുമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി നമ്മിൽ നിറയട്ടെ. ആമേൻ.